വൈഫൈ നേതാവ് വി കെ സനോജ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി കെ സനോജ്, ഇങ്ങനെയൊരു തീരുമാനത്തിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. അംഗീകരിക്കാൻ കഴിയുന്നതാണോ അത്? കോടതി വിധി എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് കോടതി അതിന്റെ പ്രദർശനാനുമതി തടസ്സപ്പെടുത്തി എന്നാണ്. അത് പിന്നീടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഇന്നുണ്ടായെന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും ആദ്യം തടസ്സപ്പെടുത്തിയിട്ടുള്ള പ്രദർശനാനുമതി നിഷേധിച്ചുള്ള കോടതി വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും അതിന് അനുവാദം കൊടുക്കുന്ന വിധി നിരാശ ഉണ്ടാക്കുന്ന വിധിയാണ്. അപ്പൊ ഇവിടെ ഇനിയിപ്പോ കോടതി വിധി വന്നാലും കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി എന്താണ് എന്ന് കേരളത്തിലുടനീളം നമുക്ക് ഉച്ചത്തിൽ പറയേണ്ടതുണ്ട്. അതിന് കക്ഷി രാഷ്ട്രീയത്തിന്റെയോ മറ്റെന്തെങ്കിലും വ്യത്യസ്തതകൾ നമുക്ക് ഒരു തടസ്സമാവില്ല. അതുകൊണ്ട് RSS മുന്നോട്ട് വെക്കുന്ന അങ്ങേയറ്റം അപകടകരമായ ഒരു വിഭജന രാഷ്ട്രീയം അതിന് കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സന്ദർഭമാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും ഇത്തരം വിദ്വേഷ പ്രചരണങ്ങളെ ചെറുക്കാൻ മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ കൊണ്ടൊന്നും കേരളത്തെ തകർക്കാൻ കഴിയില്ല എന്നുള്ള പ്രഖ്യാപനം ഓരോ ആളും നടത്തേണ്ടതുണ്ട് എന്നുകൂടി പറയുകയാണ്. പക്ഷേ ശ്രീ വി കെ സനോജ്, ഈ ഇങ്ങനെയൊരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അത് വളരെ മോശമായ ഒരു മെസ്സേജ് മാത്രമല്ലേ സമൂഹത്തിന് നൽകുകയുള്ളൂ? തീർച്ചയായിട്ടും. അതിന്റെ ആദ്യം ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, പരസ്യത്തിന് വേണ്ടി ഇറക്കിയ ആ ടീച്ചറിനകത്ത് ഒരു പെൺകുട്ടിയുടെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റുന്ന ഒരു രംഗമാണ് ചിത്രീകരിച്ചത്. കേരളത്തിൽ ഇത്രയേറെ പോലീസ് സ്റ്റേഷനുകളും നിയമവാഴ്ചയും പരാതി പരിഹാര സംവിധാനമൊക്കെ ഉള്ള ഒരു നാട്ടിൽ എവിടെയും ഒരു പരാതി ഇങ്ങനൊരു സംഭവം നടന്നായിട്ടുണ്ടായിട്ടുണ്ടോ? ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഇല്ല. ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം വളരെ സന്തോഷത്തോടു കൂടി കഴിച്ച് ജീവിക്കുന്ന നാടാണ് ഈ കേരളം. കഴിഞ്ഞതിന്റെ ഒന്നാം ഭാഗത്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, 33,000 പെൺകുട്ടികളെ കേരളത്തിൽ നിന്നും IS-ന്റെ ക്യാമ്പിലേക്ക് കടത്തിയിരിക്കുന്നു എന്നായിരുന്നു അന്ന് നടത്തിയിട്ടുള്ള പ്രചരണം. ആ പ്രചരണം ജനങ്ങളെ ആകെ അത്ഭുതപ്പെടുത്തിയല്ലോ. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നു. കേന്ദ്രമന്ത്രി തന്നെ, BJP-യുടെ കേന്ദ്രമന്ത്രി തന്നെ പാർലമെന്റിൽ കൊടുത്ത മറുപടി ഉൾപ്പെടെ പിന്നീട് നമ്മൾ ചർച്ച ചെയ്തല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരിക്കലും നടക്കാത്ത ചില സംഭവങ്ങൾ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു. ഇപ്പൊ കേരളത്തിൽ വിവിധ മതവിശ്വാസികൾ നല്ല സൗഹൃദത്തിൽ ജീവിക്കുന്ന നാടാണല്ലോ. ഇവിടെ അങ്ങേയറ്റം വിദ്വേഷമാണ് എന്ന് വരുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ക്യാമ്പയിനാണ് അവർ പ്ലാൻ ചെയ്തത്. കീഴടങ്ങില്ല എന്ന പ്രഖ്യാപനം കേരളീയ ജനത ഒന്നടങ്കം അത് കക്ഷി രാഷ്ട്രീയത്തിന്റെ എല്ലാ വ്യത്യസ്ത അഭിപ്രായങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ കേരള സ്റ്റോറി രണ്ടാം ഭാഗത്തെ തള്ളിക്കളയേണ്ടതുണ്ട്. ഇതിനെതിരായിട്ടുള്ള വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ വി കെ സനോജ പ്രതികരിച്ചതിന്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.